നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. US ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിൽ ഇറാനിലെ അറാഖിലെ ഖന്താബ് ഖനജല റിയാക്ടറും അർഡക്കാനിലെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രവും വെള്ളിയാഴ്ച ഇസ്രയേൽ ആക്രമിച്ചതായി IDF സ്ഥിരീകരിച്ചു. ആണവ നിലയത്തിൽ ഒരു മിസൈൽ പതിച്ചു. ആളപായമോ ഭൗതിക നാശനഷ്ടങ്ങളോ സാങ്കേതിക തടസ്സങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നാലെ സുപ്രധാന സാമ്പത്തിക ആസ്തി 2 തവണ ആക്രമിക്കപ്പെട്ടതായി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചു. കൂടാതെ അമേരിക്കൻ ഓഹരി ഉടമകളുള്ളതോ ഇസ്രയേലുമായി സഖ്യമുള്ളതോ ആയ മിഡിൽ ഈസ്റ്റിലെ വ്യാവസായിക കമ്പനികൾക്ക് നേരെ പ്രതികാരം ചെയ്യുമെന്ന് IRGC പ്രതിജ്ഞയെടുത്തു. വെള്ളിയാഴ്ച സൗദി അറേബ്യയിലെ US സൈനിക താവളമായ പ്രിൻസ് സുൽത്താനിൽ ഇറാനിയൻ മിസൈലുകൾ പതിച്ചതായും നിരവധി ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും അമേരിക്കൻ സൗദി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തു. റിപ്പോർട്ട് അനുസരിച്ച് ഓപ്പൺ സോഴ്സ് ഇമേജറിയും ഓൺലൈനിൽ പ്രചരിക്കുന്ന ഡാറ്റയും ഉപയോഗിച്ചാണ് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം സ്ഥിരീകരിച്ചത്. ആക്രമണത്തിൽ കുറഞ്ഞത് 10 US സൈനികർക്കെങ്കിലും പരിക്കേറ്റതായി റിപ്പോർട്ട് പറയുന്നു. ആക്രമണത്തിൽ 12 സൈനികർക്ക് പരിക്കേറ്റതായും അവരിൽ 2 പേരുടെ നില ഗുരുതരമാണെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കൂടാതെ ശനിയാഴ്ച രാവിലെ യമനിൽ നിന്ന് ഇസ്രയേൽ പ്രദേശത്തേക്ക് മിസൈൽ വിക്ഷേപണമുണ്ടായി. 1 മാസം മുമ്പ് ഓപ്പറേഷൻ റോറിംഗ് ലയൺ ആരംഭിച്ചതിനു ശേഷം ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ നടത്തുന്ന ആദ്യത്തെ ആക്രമണമാണിതെന്ന് IDF സ്ഥിരീകരിച്ചു. നെഗേവിലെ ബീർഷെബയിലും പരിസര പ്രദേശങ്ങളിലും സൈറണുകൾ മുഴങ്ങിയതോടെ ഭീഷണി തടയാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കിയതായി സൈന്യം പറഞ്ഞു. ഇതിനിടെ ഇറാനിൽ 3554 ലക്ഷ്യസ്ഥാനങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഈ സംഭവ വികാസങ്ങൾക്കിടയിൽ ഇറാൻ ബഹ്റൈൻ തിരിച്ചുപിടിച്ചേക്കാം എന്ന അഭ്യൂഹങ്ങൾ ശക്തമാവുകയാണ്. ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ഇറാനിയൻ പരമാധികാരത്തിന് കീഴിലായിരുന്നു 1971 വരെ ബഹ്റൈൻ. പ്രത്യേകിച്ച് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന അക്കീമനീഡ്, പാർത്തിയൻ, സസാനീഡ് കാലഘട്ടങ്ങളിൽ. എന്നാൽ 1971 ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിൽ ബഹ്റൈനെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാകാൻ അനുവദിക്കുന്ന ഒരു റഫറൻഡം അംഗീകരിച്ചതിനു ശേഷമാണ് ബഹ്റൈൻ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി മാറിയത്. ബഹ്റൈനിലെ ജനസംഖ്യയുടെ ഏകദേശം 65% ഇറാനിയൻ ഷിയകളെ അനുകൂലിക്കുന്നവരുമാണ്. ബഹ്റൈൻ ഇറാൻ ആക്രമണത്തിന് വിധേയമാകുമ്പോൾ രാജ്യത്തെ ചിലർ ടെഹ്റാനോട് അനുഭാവം പ്രകടിപ്പിക്കുകയും US താവളങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ സന്തോഷിക്കുകയും ചെയ്തതോടെ പ്രധാനമായും ഷിയ മുസ്ലിം സമൂഹത്തെ ലക്ഷ്യമിട്ടുള്ള ഒരു അടിച്ചമർത്തൽ ആരംഭിച്ചതായി ആക്ടിവിസ്റ്റുകൾ ആരോപിച്ചിരുന്നു. ഖമേനിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തിന്റെ ഫോട്ടോയുമായി ബഹ്റൈൻ തലസ്ഥാനമായ മനാമയിലെ US എംബസിയിലേക്ക് മാർച്ച് ചെയ്യുന്നത് ചിത്രീകരിച്ചതിന് അറസ്റ്റുകളും നടന്നു. ശത്രുവുമായി കൂട്ടുകൂടൽ, രാജ്യദ്രോഹം തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ചിലർ ചാരവൃത്തി ആരോപിച്ച് അറസ്റ്റിലായി. മറ്റുള്ളവരെ പ്രതിഷേധ പ്രകടനത്തിന് കസ്റ്റഡിയിലെടുത്തു. രാജ്യദ്രോഹം ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്, ഇറാന്റെ പ്രചാരണത്തെ അനുഭാവിക്കുകയും മഹത്വവൽക്കരിക്കുകയും ചെയ്യുക എന്നിവയാണ് മറ്റു കുറ്റങ്ങൾ. 2011 പ്രതിഷേധങ്ങളിലെ രാഷ്ട്രീയ തടവുകാർ ഇപ്പോഴും ജയിലിലാണ്. അതിനൊപ്പമാണ് പുതിയ പ്രതിഷേധക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതും. ഗാസയിൽ ഇസ്രയേലിനെ പിന്തുണച്ചതിൽ അമേരിക്കയോടുള്ള രോഷവും ഖമേനിയുടെ കൊലപാതകത്തിലുള്ള രോഷവും അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കപ്പെടുന്നത് കാണുമ്പോൾ ആളുകൾ ഇത്രയധികം സന്തോഷിക്കുന്ന ഒരേയൊരു ഗൾഫ് രാജ്യമായിരുന്നു ബഹ്റൈൻ എന്ന് ചൂണ്ടിക്കാണപ്പെടുന്നു. ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനും യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 5ാം കപ്പൽപ്പടയ്ക്ക് ആതിഥേയത്വം വഹിക്കാനും സർക്കാർ തീരുമാനിച്ചതിനെതിരെയുള്ള ഔദ്യോഗിക നിലപാടിൽ നിന്ന് ഈ വികാരം തികച്ചും വ്യത്യസ്തമാണ്. ഇതിനിടയിൽ ഇറാനിയൻ അനുകൂല പ്രവർത്തകരെ അധികാരികൾ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയതിനെ തുടർന്ന് ബഹ്റൈനിൽ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടു. കൂടാതെ ബഹ്റൈന്റെ സ്വന്തം വലിപ്പത്തിലും ലോജിസ്റ്റിക്കൽ ശേഷിയിലും വളരെ കൂടുതലുള്ള വിദേശ സൈനിക ആയുധ ശേഖരങ്ങൾ അവരുടെ ചെറിയ രാജ്യത്തിനുള്ളിൽ അണിനിരക്കുന്നത് കണ്ട നിരവധി ബഹ്റൈനികൾ ഇതിനെതിരെ രംഗത്തും വന്നു. ബഹ്റൈനിൽ പ്രതിഷേധം അതിവേഗം രൂക്ഷമാവുകയാണ്. ഇതിനിടെയാണ് അൽ ഖലീഫ കുടുംബം ഉടൻ സൗദി അറേബ്യയിലേക്ക് താമസം മാറാൻ സാധ്യതയുണ്ട് എന്നും ഇറാൻ ബഹ്റൈനെ തിരിച്ചു പിടിച്ചേക്കാം എന്ന അഭ്യൂഹങ്ങളും ശക്തമാകുന്നത്. ബഹ്റൈൻ രാജ്യത്തിന്റെ ഭരണകുടുംബമായ 1782 കുവൈറ്റിൽ ആദ്യം താമസിച്ചിരുന്ന പ്രമുഖ വ്യാപാര വംശമായ അൽ ഖലീഫ ബഹ്റൈൻ ദ്വീപുകൾ പിടിച്ചെടുത്തു. അവർ സുന്നി മുസ്ലിം വിഭാഗത്തിൽ ഉള്ളവരാണ്. മലയാളി വാർത്ത പ്ലസ്.